തൃശൂർ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ അതിരൂക്ഷമായ ഗതാഗത കുരുക്കാണ്. ചാലക്കുടി നഗരത്തിലാണ് വൻ ഗതാഗത കുരുക്ക്. ഇന്നലെ രാത്രി 11 മണിക്ക് തുടങ്ങിയ ഗതാഗത തടസ്സം ഇതുവരെ തീർന്നിട്ടില്ല. അമൽ സുരേന്ദ്രനാണ് 5 കിലോമീറ്ററോളം നീണ്ട ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. അമൽ സുരേന്ദ്രനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. അമൽ, ഇന്നലെ ഇപ്പോൾ അവിടെ ഗതാഗത കുരുക്ക് ഒരു പുതിയ കാര്യമല്ല, പക്ഷേ നാൾക്കുനാൾ ആ ഗതാഗത കുരുക്ക് കൂടുതൽ രൂക്ഷമാവുന്നു എന്നതാണ് ആ നാടിന്റെ ഗതികേട്. അമൽ, ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഇന്നലെ 11 മണി തൊട്ട് തുടങ്ങിയ ബ്ലോക്കാണ്. ഇപ്പോഴും അതിന്റെ ദുരിതം അനുഭവിക്കുകയാണ് നാട്ടുകാർ. നമുക്കറിയാവുന്നതാണ് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഈ ഒരു ദുരിതം ഇതിനു മുൻപും പലവട്ടം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ ദുരിതത്തിനാണ് ഒരു അന്ത്യമില്ലാതെ തുടരുന്നത്. ഇപ്പോൾ നാട്ടുകാരടക്കം ഈ യാത്രക്കാരടക്കം ഇതിന്റെ ഒരു ദുരിതം പേറുകയാണ്. കുടുംബവുമായി മറ്റും യാത്ര ചെയ്യുന്ന ഒരു ചേട്ടാ, എങ്ങോട്ട് പോവുകയായിരുന്നു? ഞങ്ങൾക്ക് എറണാകുളത്തേക്കാണ് പോകേണ്ടത്. ഇന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ദിവസമാണ്. രാവിലെ കുട്ടികളുമായിട്ട് ഞങ്ങൾ രാവിലെ ഒരു 6:30-ക്ക് തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം മണി 10-ആയി. കുട്ടികളൊന്നും കഴിച്ചിട്ടില്ല, വിശന്നിരിക്കുക. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കൊച്ചു കുട്ടികൾ, അതേ 3 വയസ്സേ ഉള്ളൂ. ഇതിന് ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ നമുക്കൊന്ന് ഇറങ്ങാൻ പറ്റും. ഇത് ഈ കുരുക്കിനകത്ത് എവിടെ ഇരിക്കാനാ? സഹി കെട്ടിട്ടാണ് വിശന്ന് പരവേശം എടുത്തത്. 11 മണിക്ക് തുടങ്ങിയെന്ന് വാർത്തയെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം? ആരെങ്കിലും എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടാന്നുള്ളതാണ് ചോദ്യം. വളരെ കഷ്ടമാണ് ഈ കൊച്ചു കുട്ടികളെയൊക്കെ യാത്ര ചെയ്യാൻ നമ്മൾ പോകുമ്പോൾ, വയസ്സായ ആൾക്കാരൊക്കെ യാത്ര ചെയ്യുമ്പോൾ. ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. കൊച്ചു കുട്ടികളായിട്ട് വയസ്സായ ആളുകളായിട്ടൊക്കെ ആശുപത്രിയിലേക്കും മറ്റും യാത്ര ചെയ്യുന്നവരാണ് ഇത്തരത്തിൽ കുരുക്കിൽപ്പെട്ടിരിക്കുന്നത്. ആംബുലൻസ് അടക്കമുള്ളവ ഈ ഒരു കുരുക്കിൽപ്പെട്ടിരിക്കുന്നതായാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കുരുക്ക് ഇത്രയും രൂക്ഷമാകാനുള്ള ഒരു കാരണമായി കരുതുന്നത് മണരൂരിലടക്കം അല്ലെങ്കിൽ പലതരത്തിലുള്ള അടിപ്പാത നിർമ്മാണങ്ങളും നടക്കുന്നുണ്ട്. അതാണ് ഈ ഒരു കുരുക്കിന്റെ ഒരു വ്യാപ്തി ഇത്രമേൽ വർദ്ധിപ്പിച്ചതെന്നാണ് നമുക്ക് മനസ്സിലായത്. ചേട്ടാ, എങ്ങോട്ട് പോയാ? എത്ര നേരമായി കുരുക്കിപ്പെട്ട് കിടക്കാൻ തുടങ്ങി? ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയോ? ഇല്ല, വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഇവിടെ നിന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇത്തരത്തിൽ നിരവധി പേരാണ് ഈ കുരുക്കിൽ പെടുന്നത് കൊണ്ട് തന്നെ അവർക്കൊന്ന് ഇറങ്ങാൻ പോലും, ഭക്ഷണം കഴിക്കാനും മറ്റുമായിട്ടൊന്നും ഇറങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചാലക്കുടിയിലേക്ക് കടക്കുന്ന ആ പാലത്തിന് തൊട്ട് മുൻപിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. എറണാകുളത്തേക്കും മറ്റും പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറെ നേരം നിൽക്കേണ്ട ഒരു ഗതികേടാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഹൈക്കോടതി അടക്കം പാലിയക്കര ടോളിന്റെ അടക്കം കാര്യങ്ങളിൽ ഇടപെട്ട് ഇപ്പോൾ 4 ആഴ്ചത്തേക്ക് ടോൾ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ കണ്ട കാഴ്ചയാണ്. സുപ്രീം കോടതിയിലും ഈ പറഞ്ഞ പാലിയക്കര ഈ ഹൈവേ ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞത് ആകെ എന്തോ റോഡ് മൊത്തം ഗംഭീരമാണ്, ആകെ 2 കിലോമീറ്റർ മാത്രമേ പ്രശ്നമുള്ളൂ, ഏതോ കവലകൾ കേന്ദ്രീകരിച്ചുള്ള ചെറിയ ബ്ലോക്കേ ഉള്ളൂ എന്നൊക്കെയാണ് ഈ ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയും സുപ്രീം കോടതിയും നിരന്തരം കബളിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ആ കോടതി കൂടി കാണട്ടെ അമൽ. നീണ്ടു കിടക്കുകയാണ്, കിലോമീറ്ററോളം നീണ്ട്, 5 കിലോമീറ്ററൊക്കെ നീളത്തിൽ ക്യൂ അടക്കാന്ന് പറഞ്ഞാൽ എന്തൊരവസ്ഥയാണ്. ഇതാണ് ജനത്തിൻ്റെ ദൈനംദിന ദുരിതപ്പാട് എന്ന് കോടതി കൂടി കാണട്ടെ അമൽ. ഹാഷ്മി, ഏതായാലും ഈ ഒരു പ്രശ്നത്തിന്റെ ഒരു രൂക്ഷത എന്ന് പറയുന്നത് സർവീസ് റോഡുകൾ ഒട്ടും ഫലപ്രാപ്തിയിലൂടെ കൊണ്ടുപോകാൻ ഈ റോഡ് അതോറിറ്റിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പലയിടത്തും സർവീസ് റോഡുകളിൽ കുഴികളാണ്, പണി നടക്കുകയാണ്. ഇന്നലെ രാത്രി തന്നെ നമ്മൾ കണ്ടതാണ്, ഈ പട്ടാമ്പിയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ഒരു തടി ലോറി മണലൂരിൽ വെച്ച് അപകടത്തിൽപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ലോറിയിൽ ഉണ്ടായിരുന്നവരെല്ലാം രക്ഷപ്പെട്ടത്. ഈ തടി ലോറി മറിഞ്ഞതിനെ തുടർന്ന് തടി വഴിയിലാകെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ മണിക്കൂറുകൾ എടുത്താണ് ഈ ഒരു ഗതി മാറ്റുകയും യാത്ര സുഗമമാക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. ഈ ഒരു പ്രശ്നത്തിന് ശേഷമാണ് ആളുകൾ രാത്രിയിൽ ഇങ്ങനെ റോഡിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ചേട്ടാ, എങ്ങോട്ട് പോവാണ്? എറണാകുളം. എത്ര നേരമായി ഈ റോഡിൽ കിടക്കാൻ തുടങ്ങിയിട്ട്? 2 മണിക്കൂറായി. അതെ, ഇത് വളരെ രൂക്ഷമാവുകയാണ്. പട്ടിക്കാടിൽ നല്ല ബ്ലോക്ക് വന്നു. അതുപോലെ ഇത് ഇവിടെയും ഒരു 1-2 മണിക്കൂറായി പോകും. 10 മണിക്ക് 9 മണിക്ക് അവിടെ എത്താമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് നടന്നില്ല. അങ്ങനെ തന്നെയാണ് ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട കൃത്യസമയത്തൊക്കെ എറണാകുളത്തും മറ്റും സാധനങ്ങൾ എത്തിക്കേണ്ടവരാണ്. അവർക്കാണ് ഇത്തരത്തിൽ വഴിയിൽ ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകുന്നത്. ഇതേ സമയത്തിൽ നമ്മൾ കാണേണ്ടത് ആംബുലൻസുകൾ അടക്കം ഇത്തരത്തിലുള്ളൊരു പ്രശ്നത്തിന്റെ ഭാഗമായി കിടക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ കുറെ കൂടി ഒരു ഗതാഗതം ഇതിനിടയിലൂടെ പോകുന്നുണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ഇപ്പോഴാണ് ഈ വാഹനങ്ങൾ അധികമായതിനെ തുടർന്ന് ഇപ്പോഴാണ് ഈ ഒരു രൂക്ഷമായ രീതിയിൽ ഈ ഒരു ഗതാഗത പ്രശ്നം കാണാൻ തുടങ്ങിയത്. ഹാഷ്മി, അമൽ സുരേന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ഈ കുരുക്ക് നമുക്ക് പുതിയ വാർത്തയല്ല, അത് നമ്മൾ ദീർഘനാളായി കാണുന്നതാണ്. ഇത് പക്ഷേ പ്രശ്നം നമ്മൾ വാർത്തയാവുന്ന എന്തുകൊണ്ടാണ്? ഇന്നലെ രാത്രി 11 മണിക്ക് തുടങ്ങിയ കുരുക്ക്
രാജ്കി രാമാനന്ദ അടുത്ത 11 മണിയാകാൻ പോകുന്നു, 10:15 ഇപ്പോഴും ആ കുരുക്ക് അങ്ങനെ തുടരുന്നു എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറായി ഈ പറഞ്ഞ വാഹനങ്ങളൊക്കെ ആ കുരുക്കിൽപ്പെട്ട് കിടക്കുന്നു എന്ന് വേണം അറിയാൻ. കഴിഞ്ഞ ആഴ്ചയാണ് ഹൈക്കോടതി 1 മാസത്തേക്ക് ടോൾ പിരിക്കേണ്ട എന്ന് ദേശീയപാത അതോറിറ്റിയോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്, അങ്ങനെയൊന്നുമില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഈ പറയുന്ന പണി നടക്കുന്ന സ്ഥലത്ത് മാത്രമേ പ്രശ്നമുള്ളൂ, അല്ല ആകെ 2 കിലോമീറ്റർ മാത്രമേ പ്രശ്നമുള്ളൂ. ഒന്നുമല്ല, 2 കിലോമീറ്റർ പ്രശ്നമാണെങ്കിൽ അതിന് ക്യൂ ഉണ്ടാവുന്നത് കിലോമീറ്ററുകളോളമാണ് എന്നത് സാക്ഷ്യപ്പെടുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. അമൽ സുരേന്ദ്രൻ തുടരുന്നു. അമൽ, ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ സുപ്രീം കോടതി പറയുന്നുണ്ട്, ഞങ്ങൾ ഈ പത്രത്തിലൊക്കെ കാണുന്നുണ്ട് ഈ അവസ്ഥ. സുപ്രീം കോടതിയിൽ നിന്നും ശക്തമായ തിരിച്ചടി കിട്ടുന്നുണ്ട് ദേശീയപാത അതോറിറ്റിക്ക്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പണി ഈ ഗതാഗതക്കുരുക്കിന് കാരണമായ ഈ പാങ്കുഴികളിൽ ഏതെങ്കിലും തരത്തിലുള്ള പണി നടക്കുന്നു എന്നറിവുണ്ടോ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഇടപെടലോടെ? അമൽ. ഹാഷ്മി, ഏതായാലും ഇപ്പോൾ പലതരത്തിലുള്ള പണികളും ഈ റോഡിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മുരിങ്ങൂരിലുള്ള അടിപ്പാത നിർമ്മാണമാണ്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു ഇത്തരത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ഒരു ട്രാഫിക് ബ്ലോക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുരിങ്ങൂരിലെ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് പല സമയത്ത്, പ്രത്യേകിച്ചും രാത്രിയിലാണത് ബ്ലോക്ക് ചെയ്യുന്ന വഴി കൂടുതലായി ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ദേശീയപാതയോട് ചേർന്ന് തന്നെ വലിയ കുഴികളും കിടങ്ങുകൾ പോലെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പണിയുടെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ പണി നടക്കുമ്പോൾ തന്നെയും മറ്റ് ബദൽ മാർഗങ്ങൾ നടത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത്രയും തിരക്കേറിയ ഒരു ദേശീയപാതയിൽ നിരന്തരമായി വാഹനങ്ങൾ പോകുന്ന ഒരു ദേശീയപാതയിൽ ബദലായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. പക്ഷേ അതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും സർവീസ് റോഡുകളാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്രയും പണികൾ നടക്കുമ്പോൾ സർവീസ് റോഡുകൾ ഫലപ്രാപ്തിയിൽ കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ സർവീസ് റോഡുകളെല്ലാം തകർന്നു കിടക്കുകയാണ്. പല സർവീസ് റോഡുകളും പണി നടക്കുന്നതിന്റെ ഭാഗമായി അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ ശരിക്കും നടുറോട്ടിൽ കിടന്ന് വലയുകയാണ്. അവർ സർവീസ് റോഡിലേക്ക് പോകാൻ കഴിയുന്നില്ല, നേരെയുള്ള വഴിയിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന രീതിയിൽ പ്രത്യേകിച്ചും കുട്ടികളടക്കം ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാതെയാണ് ഈ വാഹനങ്ങളിൽ ഇതുപോലെ ബ്ലോക്കിൽപ്പെട്ട് കിടക്കുന്നതെന്ന് അല്പം മുൻപാണ് ഒരാൾ നമ്മളോട് സംസാരിച്ചത്. അത്തരത്തിൽ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ദേശീയപാത അതോറിറ്റി. ഹാഷ്മി. ഓക്കെ, ഒരു ദിവസം പ്രതിദിനം 52 മുതൽ 60 ലക്ഷം രൂപ വരെ അവിടെ ടോൾ വരുമാനമായി പിരിക്കുന്നു എന്നാണ് കണക്ക്. അപ്പോൾ ഈ 3 ആഴ്ച, 1 മാസം ടോൾ പിരിക്കാതിരിക്കുമ്പോൾ 14 കോടിയോളം രൂപയുടെ നഷ്ടം ആ ദേശീയപാത അതോറിറ്റിക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അവർ എങ്ങനെയെങ്കിലും ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതിയിലൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനത്തിൻ്റെ ദുരിതം ശരിയാവണ്ണം കാണുന്നു ഹൈക്കോടതിയും സുപ്രീം കോടതിയും. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് മാത്രമല്ല, സുപ്രീം കോടതിയിലേക്ക് പോയപ്പോൾ സുപ്രീം കോടതി പറയുന്നുണ്ട്, ഞങ്ങൾക്കും നല്ല ബോധ്യമുണ്ട് അവിടുത്തെ അവസ്ഥ. സുപ്രീം കോടതിയും പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ വേണ്ടത് ഈ പറയുന്ന ഗതാഗത കുരുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ടോൾ പിരിവ് നിർത്തലാക്കുകയാണ്. ഇപ്പോൾ ഷാജി കോടങ്കണ്ടത്ത് ഒക്കെ സമർപ്പിക്കുന്ന രേഖയിൽ ഇതിൽ എത്രയോ ഇരട്ടി ഇതിനോടകം പിരിച്ചിരിക്കുന്നു. ഇനി അതല്ല, പിരിച്ചേ പറ്റുമെന്നാണ് നിർബന്ധമെങ്കിൽ ഈ പറയുന്ന പണി തീർത്ത് ഈ ഗതാഗതത്തെ പരിഹരിക്കാതെ ഈ ടോൾ പ്ലാസ തുറക്കാൻ അവരെ അനുവദിക്കാതിരിക്കലാണ് ചെയ്യേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.